മട്ടാഞ്ചേരിയിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയ്ക്ക് സാധാരണക്കാർ ഏറെ ആശ്രയിച്ചിരുന്നത് ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസായിരുന്നു. എന്നാൽ ഒരു വർഷത്തോളമായി നിലച്ചു കിടക്കുകയാണ് ഈ യാത്രാമാർഗം. കായലിലെ എക്കൽ നീക്കുന്ന ജോലികൾക്കായി താൽക്കാലികമായി നിർത്തിവെച്ച സർവീസ് പിന്നീട് പുനരാരംഭിച്ചിട്ടില്ല. ബോട്ട് സർവീസ് എത്രയും വേഗം പുനരാരംഭിക്കണമെന്നാണ് മട്ടാഞ്ചേരിക്കാരുടെ ആവശ്യം. മട്ടാഞ്ചേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കുന്ന യാത്രാമാർഗമായിരുന്നു ബോട്ട് സർവീസ്. ഏറ്റവും ചെലവ് കുറഞ്ഞതും സമയലാഭമുള്ളതുമായ സർവീസ് ഇപ്പോൾ നിലച്ചു കിടക്കുകയാണ്. ₹6 മാത്രമായിരുന്നു ചാർജ്. ദിവസേന 35ഓളം സർവീസുകളും ഉണ്ടായിരുന്നു. കായലിൽ ഡ്രഡ്ജിംഗ് നടത്താനായി ഒരു വർഷം മുൻപ് നിർത്തിവെച്ച സർവീസ് പിന്നീട് പുനരാരംഭിച്ചിട്ടില്ല. കോടികൾ ചിലവാക്കി പുനർനിർമ്മിച്ച് ഡ്രഡ്ജിംഗ് നടത്തി ഉദ്ഘാടനം ചെയ്തിട്ട് KJMX MLA കാലത്താണത്. ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു മാസം പോലും തികച്ചു ഓടിയിട്ടില്ല. പിന്നെയും എക്കലടിഞ്ഞുകൊണ്ട് ബോട്ട് സർവീസ് നിർത്തിയിട്ടുണ്ട് ഗതികേട്. ഇപ്പോൾ ഒരു വർഷത്തോളമായി അത് ആ ലെവലിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ബോട്ട് സർവീസ് എത്രയും വേഗം പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു 6 മാസത്തോളമായി ഇപ്പം നിലവിൽ സർവീസ് ഇല്ല ഇവിടുന്ന് ഇല്ല. ഇതാണ് അവസ്ഥ. പക്ഷേ ഒരു സെക്യൂരിറ്റി ഉണ്ട്, എന്ത് കാരണത്തിനാണെന്നറിയില്ല. വെറുതെ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. വാട്ടർ മെട്രോ സർവീസ് മുടക്കമില്ലാതെ സർവീസ് നടത്തുമ്പോഴാണ് സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഈ ബോട്ട് സർവീസ് താഴിട്ട നിലയിൽ കിടക്കുന്നത്. മട്ടാഞ്ചേരി വാട്ടർ മെട്രോയും ബോട്ട് സർവീസും തമ്മിൽ 50 മീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ. ഒരു ഭാഗത്ത് വാട്ടർ മെട്രോ യാതൊരു കുഴപ്പവുമില്ലാതെ സുഗമമായി പ്രവർത്തിക്കുന്നു. മറുവശത്താകട്ടെ ബോട്ട് സർവീസ് പൂർണ്ണമായും നിലച്ച നിലയിലാണ്. എത്രയും വേഗം ബോട്ട് സർവീസ് പുനരാരംഭിച്ച് അതിന്റെ ഉപകാരം സാധാരണക്കാർക്ക് ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അക്ഷയ് VS-നൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.